ഞാനിന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം വന്നത്. ഐ എം എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺ റൈറ്റ് നൗ. ആൻഡ് എൻ്റെ ഈ മാറ്റത്തിന് കാരണം UPSC എന്നുള്ളൊരു എക്സാമാണ്. ഐ എം വിനായക്, ദിസ് ഇസ് UPSC വേൾഡ് ആൻഡ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരു 2 കൊല്ലം മുന്നേ വരെ കോളേജിലും അതിനു മുമ്പേ സ്കൂളിലും ഞാൻ വളരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. ആവറേജ് എന്ന് പറയുമ്പോൾ മാർക്ക് കിട്ടാത്തതിലല്ല, പക്ഷെ പഠിക്കാത്തതിലാണ്. ഞാൻ എല്ലാവരെയും പോലെ ഈ എക്സാമിൻ്റെ 2 ആഴ്ച മുന്നേ സിലബസ് നോക്കി നോട്ട് പ്രിൻ്റ് എടുത്ത് എന്നിട്ട് കുത്തിയിരുന്ന് എന്തൊക്കെയോ പഠിച്ച് പരീക്ഷ എഴുതും. എഴുതി കഴിഞ്ഞ് നോക്കുമ്പോഴോ ഒരു 85-90% മാർക്സും കാണും. വീട്ടുകാരതിൽ ഹാപ്പിയാണ്. അതുപോലെ തന്നെ കൂടെ പഠിക്കുന്നവരൊക്കെ പറയും, ഏട്ടാ കൊള്ളാമല്ലോ, നീ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെയൊക്കെ മാർക്ക് വാങ്ങിയല്ലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളാണെങ്കിൽ ഞാനാണെങ്കിൽ പറയും, ഇല്ലടാ ഞാനൊന്നും പഠിച്ചില്ല, ഇത് എങ്ങനെയോ കിട്ടിപ്പോയതാ, ചിലപ്പോൾ മാർക്കിട്ട് തെറ്റിപ്പോയി കാണുന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും അത് പറയുമ്പോഴും നമുക്കുള്ളിൽ ചെറിയൊരു സന്തോഷം ഉണ്ടാകും, കൊള്ളാലോ എന്നൊക്കെ. പക്ഷെ ഈ ഒരു രീതിയിൽ ഞാൻ ഇതൊക്കെ കെട്ടിപ്പൊട്ടി UPSC പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഞാൻ പെട്ടുപോയത്. ഒരു മാസം കൊണ്ട് എനിക്ക് മനസ്സിലായി, ഓരോ വീക്ക് എടുത്തതും ആ വീക്ക് പഠിച്ചില്ലെങ്കിൽ അടുത്ത വീക്ക് അതിനേക്കാളും കുന്നോളമുള്ളത് ഇവർ നമുക്ക് പഠിക്കാൻ കൊണ്ടുതരും. ഇതൊക്കെ ഇനിയിപ്പം വീട്ടുകാരോടോ കൂടെ പഠിച്ചവരോടോ പറയാൻ പോയാൽ അവർ ചോദിക്കും, നീ ഇത്രത്തോളം പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു, ഇപ്പം എന്താ പറ്റിയത്? ഇങ്ങനൊരു ചോദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും സെൽഫ് ഡൗട്ട് വരും. ചേട്ടാ ശരിയാണല്ലോ, ഞാൻ ഇത്ര മാർക്കൊക്കെ വാങ്ങിയതാണല്ലോ, ഞാനൊരു ടോപ്പർ ആയിരുന്നല്ലോ, ഇപ്പോഴെന്താ എനിക്ക് ഇത്ര മാർക്ക് കുറഞ്ഞേ? പിന്നെ അതാലോചിച്ച് 1-2 മാസങ്ങൾ അങ്ങനെ പോയിപ്പോൾ. ഇതൊക്കെ എനിക്ക് എവിടേക്കോ സംഭവിച്ചതാണ് കേട്ടോ. ഇത് അഡ്മിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് നമ്മളെപ്പോലെ ടോപ്പേഴ്സായിട്ട് നിന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എങ്ങനെയൊക്കെയോ പഠിച്ച് മാർക്ക് വാങ്ങുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുന്ന് ആദ്യത്തെ 2 മാസങ്ങളിൽ ഇവർ തന്ന PYQസും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ബേസിക് ആയ ക്വസ്റ്റ്യൻസ് പോലും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എലിമിനേഷൻ എന്താണെന്നറിയില്ല, കോംപ്രിഹെൻഷൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വളരെ ചെറിയ ബേസിക് ഫാക്ട്സ് പോലും എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് പഠിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അതുപോലും തെറ്റിപ്പോവാണ്. അതിനുശേഷമാണ് മെല്ലെ ബ്രേക്ക് എടുത്ത് ഞാൻ ഓരോ ചോദ്യങ്ങളെയും അനലൈസ് ചെയ്ത് ഞാൻ എൻ്റെ സ്ട്രക്ചർ തന്നെ അനലൈസ് ചെയ്ത് മെല്ലെ മാറ്റി കൊണ്ടുവന്നത്. ആദ്യത്തെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ എൻ്റെ മാർക്ക് കണ്ടാണ്ടല്ലോ നിങ്ങൾ ചോദിച്ചോ, ഇത് ആരാ, നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കാൻ വരുന്നതെന്ന്. കാരണം അതിൽ 20-30 മാർക്കൊക്കെ ആയിരുന്നു. ഇപ്പോഴും ബെറ്റർ ആയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 70 മാർക്സ് വരെയെങ്കിലും എനിക്ക് ഓരോ മോക്ക് ടെസ്റ്റുകളിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു 2 കൊല്ലത്തിൻ്റെ ജേണി ഞാനിപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് 2 മണിക്കൂർ പോലും പഠിക്കാൻ മര്യാദയ്ക്ക് ഇരിക്കാത്ത ഞാനാണ് ഇപ്പോൾ 5-8 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് മീ റിയലി വണ്ടർ how people can change if people really want to. There is always room for self improvement. നമ്മൾ എത്ര മാക്സിമം എത്തിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒന്നും കൂടി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തന്നെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇപ്പോഴും ഞാൻ എൻ്റെ പീക്കിലോ ബെസ്റ്റിലെത്തിയോ എന്ന് പറയുന്നില്ല, പക്ഷേ ഐ റിയലി ഫീൽ പ്രൗഡ് ദാറ്റ് ഈ ഇത്രയും ഒരു ജേണി എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും സമയം കൊണ്ടെങ്കിലും പറ്റിയല്ലോ. കാരണം പലരും അവരുടെ ജേണീസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അതായത് അവർക്ക് ഈ പറഞ്ഞൊരു റിയലൈസേഷൻ പോയിന്റിലെത്താൻ തന്നെ പലർക്കും 2-3-5 കൊല്ലങ്ങൾ വരെ എടുക്കാറുണ്ട്. ആൻഡ് എൻ്റെ ഈ ഒരു ജേണി ഞാനിവിടെ ഷെയർ ചെയ്യാനുള്ളൊരു കാരണവും ഇതാണ്. നിങ്ങൾ ഇതുപോലത്തുള്ള തെറ്റുകൾ ചെയ്യാതെ നിങ്ങളുടെ സ്റ്റഡി പാറ്റേണും സ്റ്റഡി സ്റ്റൈലൊക്കെ UPSCക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വേണം പഠിക്കാൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങളിപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ആൻഡ് ആസ് ഓൾവേസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സ്റ്റേ ഹൈഡ്രേറ്റഡ്. You got this. Don't worry. See you in the next video. Bye bye. Take care.